തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാന ലാപ്പ് സെക്സും വയലൻസും കൊണ്ട് നിറയുകയാണെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി പെൺകുട്ടി മുഖ്യമന്ത്രിയെ സമീപിച്ചതോടെ എല്ലാം മാറിമറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ ഒരു രഹസ്യ സംഘത്തിലേക്ക് ഒളിഞ്ഞിരിക്കുകയാണ്, ഒപ്പം പ്രിയപ്പെട്ട അനുയായിയും. ഈ അവസരം നന്നായി മുതലെടുക്കാൻ CPIM-ഉം ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്നലെ മുതൽ തന്നെ അവരുടെ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതല്ല പ്രധാന വിഷയം. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന അല്ലെങ്കിൽ ഒരു മുഖ്യ വിഷയമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പ്രശ്നം, ഈ കേസ്, ഈ പീഡന കേസ്, ഈ പീഡന പരാതി, ഈ പെൺകുട്ടിയുടെ പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് CPIM-ന്റെ നീക്കം. കാരണം അത്രയധികം തെരഞ്ഞെടുപ്പിൽ വളരെയധികം ബുദ്ധിമുട്ടി മുന്നോട്ട് പോകാനിരുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇപ്പോൾ കിട്ടിയ ഒരു അവസരം, ഇത് സുവർണ അവസരമായിട്ട് തന്നെ അവർ ഉപയോഗിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ പരാതി ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് DGPക്ക് എത്തുന്നു. DGP അത് അടുത്ത ആൾക്ക് കൈമാറുന്നു. രാത്രി വൈകാതെ തന്നെ പെൺകുട്ടിയെ വലിയമല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് മൊഴി രേഖപ്പെടുത്തുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. വെളുപ്പിന് 3 മണിയോടുകൂടി എല്ലാം പൂർത്തിയായി, FIR-ഉം കഴിഞ്ഞു. ഇപ്പോൾ ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ വരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ വേളയിലാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രചരണം അതിൻ്റെ ശക്തിയായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികമുള്ള ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പരാതിയെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ഈ ആരോപണങ്ങളെ ശരിക്കും നന്നായി വിനിയോഗിക്കാൻ CPIM തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മുതൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയധികം വലിയൊരു അവസരം തന്നെയാണ് CPIM-ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് അവർ കൃത്യമായി ഉപയോഗിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും പാലക്കാടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തത്. മാത്രവുമല്ല MLA ഓഫീസിലേക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും എത്തപ്പെട്ടു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ പീഡന പരാതികൾ, അത് പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള പരാതിയാണ്, ചെറുതല്ല. വെറും പീഡനം മാത്രമല്ല, ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കേസുകൾ അതിലേക്ക് വന്നിരിക്കുന്നു. ആ കേസുകൾ ഒക്കെ തന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവ് ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇടതു പാർട്ടികൾ നന്നായി വോട്ട് പിടിക്കുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്ക് കിട്ടിയ അവസരം അവർ നന്നായി മുതലാക്കും. അത് അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ താഴെ തട്ട് മുതൽ അത് ആരംഭിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനെ ഈ പ്രചരണവേള കൊഴുപ്പിക്കാൻ CPIM-ന് ഒരു അവസരം കിട്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പീഡന പരാതിയിലൂടെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതിയിലൂടെ. എന്തായാലും പരാതി അങ്ങനെ നിൽക്കുമ്പോഴും കോൺഗ്രസും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ചോദ്യം ചെയ്യൽ ഒരു സ്ഥലത്ത് പുരോഗമിക്കുമ്പോഴും ഇപ്പോൾ അറസ്റ്റ് അടുത്തത് ആരിലേക്ക് എന്നുള്ളത് ഒന്നും വ്യക്തമാകാതെ ഏതോ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ ഏതോ ഒരു ബിന്ദുവിൽ ഇപ്പോൾ അന്വേഷണം തട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. കാരണം അറസ്റ്റുകളും അതുപോലെ തന്നെ അന്വേഷണവും ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഒരു നീക്കം നടത്തുന്നു എന്ന് കോൺഗ്രസും തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സ്വർണ്ണപ്പാളി വിവാദവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതിയും ഒരുമിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണ ആയുധമാക്കുവാൻ ഇടതു വലതു മുന്നണികൾ ഒരുപോലെ പ്രയത്നിക്കുമ്പോൾ അതിനിടയിൽ കൃത്യമായി ചെന്നായുടെ കണ്ണുമായി കാത്തിരിക്കുന്ന ആളുകളാണ് BJP നേതാക്കന്മാർ. കൃത്യമായി അവരുടെ വാക്കുകളും അവരുടെ രീതികളും ഒക്കെ മറിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും കണ്ടിരുന്നു കൊണ്ട് ഏതു തരത്തിൽ രണ്ടുപേരെയും ഒറ്റപ്പെടുത്തി എങ്ങനെ വോട്ട് നേടാമെന്നുള്ളൊരു നീക്കം BJPയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇരു മുന്നണികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കളം നിറയ്ക്കുമ്പോൾ അതിനെ നന്നായി മുതലെടുക്കുവാൻ BJP ശ്രമിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മുന്നണികൾ വലിയ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചാൽ തന്നെയും വിജയസാധ്യതകളിലേക്ക് എത്തുന്ന പ്രധാന ഘടകം ജനങ്ങളാണ്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് നമുക്ക് ഫലം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും.